വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഹലോ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും അത് കാണിക്കട്ടെ. അയ്യന്റെ മോനെ വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ്. ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല. ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. അതാണ് മറക്കരുത്. അതായിരുന്നു എന്റെ ഇത്. ഒരു സ്മൈലി ചുംബനത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. എങ്ങനെ ഇരിക്കണം? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അത് അയക്കുമ്പോ നമ്മള് സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. അല്ലല്ല, ചോദിച്ചെന്നുള്ളൂ ബിനു. കാരണം ഇത് പൊതുസമൂഹം അറിയേണ്ടതാണ്. പറയാം. അപ്പൊ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വെറുപ്പിച്ചാ പോലെ, ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മോൾക്ക് വേണമെങ്കിൽ മോളെ കൊടുക്കും. അതെന്റെ ഒരു സ്നേഹപ്രകടനം. അതിന് പ്രേമമായിട്ടോ കാമമായിട്ടോ കാണരുത്. പിന്നെ അനുഭവിച്ചോട്ടോ. മിനു, എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. അതെ അതെ, എനിക്ക് മനസ്സിലായി. അതെ അതെ, കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ല ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മോന്റെ ഷേപ്പ് മാറി പോവാം. നമുക്ക് മുകേഷ് തന്നിട്ടില്ലേ? നമ്മൾ 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1,00,000 രൂപ കസിൻ ചോദിച്ചു. ഒരു രൂപയും തന്നിട്ടില്ല. എന്റെ കയ്യില് പൈസ ഇല്ല. ഒരു 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ.